ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. ഇപ്പം എല്ലാവരും വെക്കേഷൻസ് ഒക്കെ തീരാറായി. ഇനി പഠിക്കണം എന്നുള്ളൊരു ചിന്ത ഒക്കെ വരേണ്ട ഒരു സമയമായി. അടുത്തൊരു ക്ലാസ്സിലേക്ക് കയറുവാണ്, 9th കയറുവാണ്. അപ്പം 9th കയറുമ്പോൾ ഇപ്പം അറിയാലോ, പുതിയ സിലബസ് ഒക്കെ അനുസരിച്ച് 9th എക്സാം എഴുതി നല്ല രീതിയിൽ പാസ്സായാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, നമ്മളെ 10th തന്നെ കയറ്റി വിടത്തുള്ളൂ. ലാസ്റ്റത്തെ എക്സാം ഒക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്ത് പാസ്സാവും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു വെക്കേഷൻ മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പം എല്ലാവരും മടി പിടിച്ചിരിക്കുമായിരിക്കും. ഇനി സ്കൂളിലേക്കൊക്കെ പോകണം. വെറുതെ ഇരിക്കുന്ന സമയം നിങ്ങൾ എന്തായാലും ഫോണിലൊക്കെ കളിക്കാൻ പോകും അല്ലേ. അപ്പം ആ ഒരു സമയം നിങ്ങൾ കുഞ്ഞു പിള്ളേരെ ഒക്കെ തന്നെയാണ്, എങ്കിലും നിങ്ങൾ ഇച്ചിരി വലുതായി 9th ക്ലാസ്സിലേക്കൊക്കെ കയറിയില്ലേ. അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ കാണിക്കാൻ വേണ്ടി എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, വലിയ പിള്ളേരായി, ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫോണിൽ നിങ്ങൾ ഗെയിമൊക്കെ കളിക്കുന്ന കുറച്ച് സമയം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസൊക്കെ കണ്ടാൽ ഒന്ന് മനസ്സിലാക്കി പോയി. നിങ്ങൾക്കിപ്പം 8th കയറുമ്പോൾ ജസ്റ്റ് ആദ്യത്തെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഫുള്ളി റീവാമ്പ് ചെയ്തേക്കുവാണ്. നേരത്തെ കാര്യങ്ങൾ മൊത്തം റിവൈസ് ചെയ്യുക. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ബേസ് മനസ്സിലാവും. നിങ്ങൾ ഇല്ല എല്ലാം പഠിച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമയമാകുമ്പോൾ എന്ത് ചെയ്യും, അയ്യോ ഇത് ഞാൻ മറന്നു പോയല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അതൊന്ന് പഠിക്കുക. നമുക്ക് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ എല്ലാം ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ 9th സ്റ്റാർട്ടിങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, ചില സ്കൂളുകളിൽ തുടങ്ങിയിട്ടുണ്ട് 9th. എങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് നമ്പർ സിസ്റ്റമാണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ സിസ്റ്റമാണ് ക്ലാസ് 9th. അപ്പം ഇതിൽ എന്തൊക്കെയാണ് നമുക്കുള്ളതെന്ന് നോക്കാം. നമുക്ക് വോൾ നമ്പർ എന്താണെന്ന് അറിയണം. വോൾ നമ്പർ അല്ലേ, വോൾ നമ്പർ എന്താണ്, ഏത് നമ്പേഴ്സിനെയാണ് നമ്മൾ വോൾ നമ്പേഴ്സ് എന്ന് പറയുക? 0, 1, 2, 3 എക്സെട്ര ഇങ്ങനെ 0 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വോൾ നമ്പേഴ്സ് എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, W, ഷോർട്ടായിട്ട് നമ്മൾ W എന്ന് പറയും കേട്ടോ. ഓക്കെ, ഇനി നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലോ, N. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലോ 0 ഇല്ലാത്ത ആൾക്കാർ 1, 2, 3, 4 എക്സെട്ര. ഈ ഒരു നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ എന്തെന്നും കൂടെ പറയും, കൗണ്ടിങ് നമ്പേഴ്സ് എന്നും നമ്മൾ പറയും. ഓക്കെ, ഇനി ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ഉണ്ടാകും, പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ടാകും, അതേപോലെ തന്നെ എന്തുണ്ടാകും, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടാകും. 0, പോസിറ്റീവ്, നെഗറ്റീവ് നമ്പേഴ്സ് ഉള്ള ആൾക്കാർ നമ്മൾ എന്തെന്ന് പറയും, ഇൻഡിജേഴ്സ് എന്ന് പറയും. ഇനി എന്താണ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? റാഷണൽ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നവരെ നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും അല്ലേ. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നവരെ റാഷണൽ നമ്പർ എന്ന് പറയും. അതിനൊരു കണ്ടീഷനും കൂടി എന്ത്, Q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. Q എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇനി ഇർറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇർറാഷണൽ നമ്പർ നമ്മൾ പറയുമ്പോൾ നമ്മുടെ √3, √5 ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താണ്, പൈ, ഇതൊക്കെ നമുക്ക് എന്തിൽ വരും, ഇർറാഷണൽ നമ്പേഴ്സിലേക്ക് വരും. ഓക്കെ ആണോ? അപ്പം വോൾ നമ്പർ എന്ന് പറയുമ്പോൾ 0, 1, 2, 3 എക്സെട്ര. നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പർ 1, 2, 3, 4. ഇൻഡിജേഴ്സ് നെഗറ്റീവും ഉണ്ടായിരിക്കും, പോസിറ്റീവും ഉണ്ടായിരിക്കും, 0യും ഉണ്ടാവും. ഇനി റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റണം, Q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇർറാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ √3ഉം √5 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇർറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുക. ഓക്കെ ആണോ? അപ്പം ഇത്രയും കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട്, ഇപ്പോഴും അറിയില്ലാത്ത ആൾക്കാരും ഉണ്ട്. സോ അവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പം അടുത്തത് നമുക്ക് വരുന്നത് എന്താണ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ, കോമ്പിനേഷൻ ഓഫ് റാഷണൽ നമ്പർ, എന്താ, നമ്മുടെ റാഷണൽ നമ്പറിൻ്റെയും ഇർറാഷണൽ നമ്പറിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ആദ്യം പഠിച്ച റാഷണൽ നമ്പേഴ്സ് ഉണ്ടാവും. ഏതൊക്കെ, നമുക്ക് 1, 2, 3 അങ്ങനെ നമ്മുടെ ഇൻഡിജേഴ്സ് ഉണ്ടാവും, -1, -2, 0 ഒക്കെ ഉണ്ടാവും. അതേപോലെ ഇർറാഷണൽ നമ്പേഴ്സും വരും. ഇവരുടെ എല്ലാവരുടെയും കൂടെ എന്താണ് ഒരു P/Q 2/3, 4/5 ഇങ്ങനെയുള്ള P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് 0 എ റാഷണൽ നമ്പർ? 0 ഒരു റാഷണൽ നമ്പർ ആണോ എന്നതാണ് ചോദ്യം. ക്യാൻ യു റൈറ്റ് ഇറ്റ് ഇൻ ദ ഫോം P/Q where P and Q are integers and Q not equal to 0? അതാണ് ചോദ്യം.
ഈ 0 ഈ റാഷണൽ നമ്പർ, 0 ഒരു റാഷണൽ നമ്പർ ആണോ? ആണ് എങ്കിൽ ക്യാൻ യു റൈറ്റ് ഇൻ ദ ഫോം ഓഫ് p/q? ഇപ്പോൾ 0 ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ p/q ഫോമിലേക്ക് എഴുതാൻ പറ്റും? p/q ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് 0 കിട്ടണം. അതേപോലെ q എന്താകാൻ പാടില്ല? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ? 0 ആകാനും പാടില്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന് ഉത്തരം എസ് എന്നാണെങ്കിൽ നോക്കിക്കേ, 0/2 അല്ലെങ്കിൽ 0/1, 0/1 കൊടുത്തു, 0/2, 0/3, 0/4. നമ്മൾ നോക്കിക്കേ, ന്യൂമറേറ്ററിൽ 0 വന്നു, അത് ഡിവിഷനിൽ ഇതേപോലെ ഫ്രാക്ഷനിൽ ന്യൂമറേറ്ററിൽ 0/1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ p/q ഫോമിൽ എഴുതാൻ പറ്റണം. 0/1 എന്നതിന് നമ്മൾ എഴുതിയാൽ അത് എന്ത് തന്നെയാണ് നമുക്ക് ആൻസർ വരുന്നത്? 0 തന്നെയാണ്. 0/4 എന്ന് കൊടുത്താലോ അതും 0 തന്നെയാണ്. സോ ഇവരെ നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റുമോ? റൈറ്റ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് p/q where p and q are integers and q not equal to 0. p യും q ഇൻഡിജേഴ്സ് ആയിരിക്കും. 2, 3, 4 ഒക്കെ ഇൻഡിജേഴ്സ് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ് എഴുതുക. ഇത് അതിനൊരു p/q ഫോമിൽ എഴുതിയിരിക്കുന്ന 2-3 എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത്, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്, ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ. ജസ്റ്റ് ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുക. എവരി നാച്ചുറൽ നമ്പർ ഈസ് എ വോൾ നമ്പർ. എവരി നാച്ചുറൽ നമ്പർ ഈസ് എ വോൾ നമ്പർ. അപ്പം നമ്മൾ വോൾ നമ്പർ നോക്കിയായിരുന്നു. വോൾ നമ്പർ എന്ന് പറയുന്നത് എന്താ? 0, 1, 2, 3, 4 ഇതൊക്കെയാണ്. ഇനി നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാലോ കൗണ്ടിങ് നമ്പേഴ്സ് ആ 1, 2, 3, 4. അപ്പം നോക്കിക്കേ, എവരി നാച്ചുറൽ നമ്പർ ഈസ് എ വോൾ നമ്പർ. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വോൾ നമ്പേഴ്സ് ആണോ? അല്ലെങ്കിൽ എവരി നാച്ചുറൽ നമ്പർ ഈസ് എ വോൾ നമ്പർ എന്ന് ചോദിച്ചാൽ എന്താ ആൻസർ പറയണ്ടേ? യെസ് ആണ്. കാരണം എന്താ? 0 വോൾ നമ്പർ എല്ലാ നമ്പേഴ്സും ഇല്ലേ? 1ഉം 2ഉം 3ഉം ഒക്കെ എവിടെയുണ്ട്? നമ്മുടെ വോൾ നമ്പറിലുണ്ട്. ഓക്കെ. ഇനി എവരി ഇൻഡിജർ ഈസ് എ വോൾ നമ്പർ. എവരി ഇൻഡിജർ വോൾ നമ്പർ ആണോ? ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. നമുക്ക് വോൾ നമ്പറിൽ പറയുമ്പം 0, 1, 2, 3, 4 അങ്ങനെയല്ലേ പോകുന്നത്. സോ ഇത് നമുക്ക് എന്തെന്ന് ആൻസർ വരും? ഫോൾസ് എന്ന് വരും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എവരി റാഷണൽ നമ്പർ ഈസ് എ വോൾ നമ്പർ. എവരി റാഷണൽ നമ്പർ ഈസ് എ വോൾ നമ്പർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കി, എവരി റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ എന്ന് വെച്ചാൽ എന്താണ് ഞാൻ പറഞ്ഞത്? p/q ഫോമിൽ എഴുതണം. q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ? സോ എവരി റാഷണൽ നമ്പർ ഈസ് എ വോൾ നമ്പർ. ഇപ്പം നോക്കിക്ക്, നമ്മളിപ്പോൾ പറഞ്ഞെടുക്കുക, നമുക്ക് വോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയും? 0, 1, 2, 3, 4 ഇങ്ങനെ പോവാം. അപ്പം നമ്മൾ p/q എടുത്തു, 2/5 എന്ന് പറയും. നമുക്കതൊരു റാഷണൽ നമ്പർ ആയിട്ട് കിട്ടുമോ? ഇല്ല. സോ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. എവരി റാഷണൽ നമ്പർ ഈസ് എ വോൾ നമ്പർ അല്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എവരി ഇറാഷണൽ നമ്പർ ഈസ് എ റിയൽ നമ്പർ. ഇറാഷണൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ ഇറാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ്. കാരണം നോക്കി, നമുക്ക് √3, √5 ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്താൽ ഇവരെന്താ? ഇറാഷണൽ നമ്പേഴ്സാണ്. അവർ എന്തും കൂടെയാണ്? റിയൽ നമ്പേഴ്സും കൂടെ. കാരണം ഇവർ രണ്ടുപേരുടെയും കൂടെയും കോമ്പിനേഷൻ, 2 ടൈപ്പ് ഓഫ് ആൾക്കാരും എവിടെ ഉണ്ടാവും? നമ്മുടെ ഈ റിയൽ നമ്പേഴ്സിൽ ഉണ്ടാവും. സോ എല്ലാ ഇറാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് ആണോ? അതെ. ഇനി റാഷണൽ നമ്പേഴ്സ് ചോദിച്ചാൽ അതും അതെ. ഓക്കെ. ഇനി അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആയിട്ട് വരും കേട്ടോ. ട്രൂ ആണ്. ഇനി എവരി റിയൽ നമ്പർ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. എല്ലാ റിയൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവരുണ്ട്. അതേപോലെ തന്നെ എന്ത് വരും? 1, 2, 3 വരും. പിന്നെ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഫ്രാക്ഷൻസും ഉണ്ടാവും. p/q റാഷണൽ നമ്പേഴ്സും ഉണ്ടാവും. ഇവരെല്ലാം ചേരുന്നതാണ് റിയൽ നമ്പർ. അപ്പൊ എവരി റിയൽ നമ്പർ ഈസ് ആൻ ഇറാഷണൽ നമ്പർ ആണോ? എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് ഇറാഷണൽ ആയിട്ട് കിട്ടുമോ? ഇല്ല, റാഷണലും കൂടെ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തെന്ന് പറയാം? ഫാൾസ് ആണെന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ റിയൽ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 2. 1ന്റെയും 2ന്റെ ഇടയിലുള്ള 5 റാഷണൽ നമ്പറുകൾ ഏത് എന്നുള്ള ചോദ്യമാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരുവാണ്. 1നും 2നും അല്ലെങ്കിൽ 3നും 4, 5, 6 ഒക്കെ ഇതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ആയിട്ട് തരാം. എന്നിട്ട് ഇതിന് ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സ്, ഒരു 5 റാഷണൽ നമ്പർ അല്ലെങ്കിൽ 6 റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നോക്കിക്കേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, എത്ര റാഷണൽ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? 5. ആ 5ന്റെ കൂടെ +1 ചെയ്തങ്ങ് വെച്ചിരിക്കണം. 5ന്റെ കൂടെ +1 ചെയ്ത് നിങ്ങൾ അവിടെ സേഫ് ആക്കി വെക്കുക. ഓക്കെ. ഇനി ഈ 1നെ നമുക്ക്
ഫ്രാക്ഷനിൽ എഴുതി 1/1 ഞാനത് ഫ്രാക്ഷനിലേക്ക് മാറ്റി. ഇനി ചെയ്യേണ്ടത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നിങ്ങൾ ഈ 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അത് എന്തെന്ന് വരും? ഫ്രാക്ഷന്റെ ഡിവിഷൻ എല്ലാവർക്കും അറിയാൻ പറ്റില്ലേ? നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് 6/6 എന്ന് കിട്ടും. മണ്ണെന്ന് എഴുതരുത് കേട്ടോ, പിന്നെയും കൊണ്ടുപോയി 6/6 എന്ന് കിട്ടും. ഇനി നോക്കിക്കേ, അടുത്തത് 2 ആണ്. അടുത്ത ആൾ നമ്മൾ 2 ആണ്. അപ്പൊ എന്ത് ചെയ്യുക? 2/2 കൊടുക്കുക ഇൻറ്റു ഇവിടെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈ ആഡ് ചെയ്ത് വെച്ച ആളെ തന്നെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 12/12 എന്ന് കിട്ടി. അപ്പൊ നോക്കിക്കേ, 6/6നും 12/12നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു 5 റാഷണൽ നമ്പർ എഴുതിയാൽ മതി. അപ്പൊ നോക്കിക്കേ, 6/6 ഉണ്ട്, ഇവിടെ 12/12 ഉണ്ട്. ഇതിനിടയിലുള്ള ആരെങ്കിലും എഴുതിയാൽ മതി. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ 7/6, 8/6, 9/6, 10/6, 11/6. നോക്കിയേ, 1 2 3 4 5 5 വന്നില്ലേ? അതേപോലെ നിങ്ങൾക്ക് എവിടം വരെ എഴുതാം? ലാസ്റ്റ് വരെ എഴുതാം. ഏതെങ്കിലും ഒരു 5 മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇപ്പൊ നോക്കിക്കേ, 7/6 ഉണ്ട്, 8/6 ഉണ്ട്, 9/6, 10/6, 11/6. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെഴുതാം? 11/12 എന്നുള്ള രീതിയിൽ വരെ നിങ്ങൾക്ക് എഴുതാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ പോകുന്നതാണ് നമ്മുടെ ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 2 എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ രീതിയിൽ ചെയ്യണം കേട്ടോ. ആദ്യം എന്ത് ചെയ്യണം? എത്ര റാഷണൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക. എന്നിട്ട് അവരെ തമ്മിൽ ഒരു 1 വെച്ചിട്ട് ആഡ് ചെയ്യുക. അവരെ 1 വെച്ചിട്ട് ആഡ് ചെയ്യുക. 5 + 1 6. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആൾക്കാരെ ഫ്രാക്ഷനിൽ എഴുതി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫ്രാക്ഷൻ രീതിയിൽ തന്നെ കിട്ടും. സോ എന്നിട്ട് അതിനുള്ളിലുള്ള ആൾക്കാരെ നമുക്ക് എത്ര എണ്ണമാണോ വേണ്ടത് ആ ആൾക്കാരെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് 6 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4. 3യുടെയും 4നും നടുക്കുള്ള ഏതെങ്കിലും 6 റാഷണൽ നമ്പറുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 6 റാഷണൽ നമ്പേഴ്സ്. അപ്പം ഞാൻ പറഞ്ഞു എത്ര നമ്പേഴ്സാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെന്ന് വേണം നമ്മൾ ആദ്യം നോക്കാൻ. 6 റാഷണൽ നമ്പർ. അപ്പം ആദ്യമേ എന്ത് ചെയ്യണം? 6 + ഒരു 1 ആഡ് ചെയ്യണം. അപ്പം നമുക്ക് അവിടെ എന്തെന്ന് കിട്ടും? 7 എന്ന് കിട്ടും. ഇനി നോക്കിക്കേ, 3/1 കൊടുത്തു, 7/7 കൊടുത്തു. അപ്പൊ നമുക്കിവിടെ 21/7 എന്ന് കിട്ടി. അപ്പോൾ ഒരു സൈഡ് നമുക്ക് എന്തെന്ന് കിട്ടി? 21/7 എന്ന് കിട്ടി. ഇനി അടുത്ത സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? 4നെ ഫ്രാക്ഷൻ ആക്കുക, 4/1. രണ്ട് സൈഡിലും നമ്മൾ എന്ത് കൊടുക്കുക? 7 കൊടുക്കുക. നമുക്ക് 28/7 കിട്ടി. കണ്ടോ? 28/7 കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പുറം നമുക്ക് എഴുതാം 28/7. അപ്പൊ ഇതിന് ഉള്ളിലുള്ള 6 ആൾക്കാരെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 21 കഴിഞ്ഞിട്ട് നോക്കിയേ, 22/7, 23/7, 24/7, 25/7, 26/7, 27/7, 27/8. സോറി, 27/7, 28/7 നമ്മുടെ ആ ലാസ്റ്റത്തെ ആള്. അപ്പൊ നോക്കിക്കേ, 1 2 3 4 5 6 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഫൈൻഡ് 6 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4. 3 and 4നുള്ളിലുള്ള 6 റാഷണൽ നമ്പേഴ്സ് ആണ് 22/7, 23/7, 24/7, 25/7, 26/7, 27/7. ഓക്കെ, അപ്പൊ ഈ ഒരു രീതി ചെയ്താൽ മതി. മറക്കാതെ ഓർത്തിരിക്കേണ്ട കാര്യം, ഫൈൻഡ് 6 റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 6നെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു +1 ആഡ് ചെയ്ത് 7, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 7 ഈക്വലി മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് വരും. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് 3 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 2/5 and 3/2. 2/5ന്റെയും 3/2ന്റെയും ഇടയിലുള്ള 3 റാഷണൽ നമ്പേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കി, ഇവിടെ ഡിനോമിനേറ്റേഴ്സിന്റെ പ്രത്യേകത എന്താ? ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ്. അപ്പൊ ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് വന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എന്താ ചെയ്യണ്ടേ? അവരെന്ത് ചെയ്യണം? ഒരേപോലെ ആക്കണം അല്ലേ? അപ്പൊ ആദ്യം ഇവരെ നമുക്ക് ഒരേപോലെ ആക്കണം. ഒരേപോലെ ആക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? LCM കാണണം. LCM 5ന്റെയും 2ന്റെയും LCM കാണുമ്പോൾ നമുക്ക് എന്ത് വരും? 10 ആണ് LCM വരിക. അപ്പൊ ഇവിടെ നോക്കി, 2/5, 5 × 2 × 2. ഇവിടെ 3/2 × 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4/10ഉം 15/10. 4/10ഉം 15/10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിൻ്റെതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? എന്ത് ചെയ്യണം? നമുക്ക് 3 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 2/5ഉം എത്ര നമ്പേഴ്സ് ആണ്, എത്ര റാഷണൽ നമ്പറെ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ആദ്യം നോക്കണം. എന്താ? 3 + 1 ആണ്.
3 + 1 എന്ന് വെച്ചാൽ 4 വരും അല്ലേ? ആദ്യമേ നമ്മൾ പറഞ്ഞു അങ്ങനെ ചെയ്യണമെന്ന്. എത്ര നമ്പർ ആണോ +1 ചെയ്യണം, 4 വരണം. അപ്പം നമ്മൾ എന്താണ് 4 എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. 4 എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. കളർ ചേഞ്ചിൽ കാണിച്ചു തരാം. നോക്കിയേ, 4 ഇൻറ്റു ഈ 4 ഇത് ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു. ഓക്കെ, നോക്കിയേ, 4 ഇൻറ്റു 4 10 ഇൻറ്റു 4 15 ഇൻറ്റു 4 10 ഇൻറ്റു 4. ഇനി 4 4s are 16/40. അതേപോലെ തന്നെ 60/40 അല്ലേ? നോക്കിയേ, 4 ഇൻറ്റു 4 16/40, 15 ഇൻറ്റു 4 60/10 ഇൻറ്റു 4 40. ഇനി ഇതിനുള്ളിലുള്ള ഏതെങ്കിലും 3 റാഷണൽ നമ്പർ മതി. 16/40 മുതൽ 60/40 വരെയുള്ള ഏതെങ്കിലും 3 എണ്ണം. ഒരെണ്ണം എടുക്കാം, 18/40, 22/40, 35/40. ഏതെങ്കിലും 3 എണ്ണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 3 റാഷണൽ നമ്പർ എടുത്താൽ മതി. ഒരുപാട് റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഏതെങ്കിലും ഒരു 3 എണ്ണം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആയിട്ട് വന്നില്ല, ഒരേപോലെ വന്നില്ല എങ്കിൽ ഉടനെ തന്നെ നമ്മൾ LCM കണ്ട് ഡിനോമിനേറ്റേഴ്സിനെ ഈക്വൽ ആക്കുക തന്നെ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ എത്ര നമ്പേഴ്സ് ആണ് നോക്കുക. 3 റാഷണൽ നമ്പർ ആണെങ്കിൽ 3 + 1 4. ആ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്യുകയാണ്, അവർ ഓൾറെഡി ഫ്രാക്ഷനിലാണ്. അപ്പോൾ അവരെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ന്യൂമറേറ്ററിൽ. ഓക്കെ, ദെൻ രണ്ട് സൈഡിലും രണ്ടടുത്തും. എന്നിട്ട് അവർക്ക് 16/14 എന്നും 60/40 എന്നും കിട്ടി. അപ്പം അതിനുള്ളിലുള്ള ഏതെങ്കിലും ഒന്നല്ല 3 റാഷണൽ നമ്പേഴ്സ് നിങ്ങൾ എഴുതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റാഷണൽ നമ്പർ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഓക്കെ, അപ്പം നമ്മുടെ CC+ൽ ഇൻഡിവിജ്വൽ ട്യൂഷൻസ് ഉണ്ട്, അതേപോലെ ബാച്ച് ട്യൂഷൻസും അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി വെക്കേഷൻ തീർന്ന് സ്കൂളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഒരു സപ്പോർട്ട് അല്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി എല്ലാവർക്കും സംശയമുണ്ട്. ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പം ഒരുപാട് ആൾക്കാരുടെ കൂടെ ഇരുന്നിട്ട് ഡൗട്ടൊക്കെ ചോദിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ CC+ൻ്റെ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണലായിട്ട് ആ ടീച്ചർ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് എക്സാംസ് നടത്തും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഡൗട്ട് എന്താണോ ഡൗട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. വളരെ നമ്മളിങ്ങനെ ഡൗട്ട് കൂട്ടി ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ആ സബ്ജക്റ്റ് തന്നെ വെറുത്ത് പോകുന്നത്. അപ്പം ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ CC+ൽ ജോയിൻ ചെയ്യാനായിട്ട് വിളിക്കേണ്ട നമ്പർ 9496949929 വിളിക്കുക. നമുക്ക് 9th മാത്രമല്ല ഉള്ളത്, LKG to 12th വരെ നമുക്ക് ട്യൂഷൻസ് അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അനിയന്മാരൊക്കെ ഉണ്ട്, അവർക്കും ട്യൂഷൻസിൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ CC+ലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ.